നമ്മൾ നാലാമത്തെ റിയാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നാലാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് സോൾട്ട് സൊല്യൂഷൻ ആണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് സോൾട്ട് സൊല്യൂഷൻ. അതിനകത്ത് കൺസെപ്റ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ എ പ്ലസ് മെറ്റൽ ബി ഗിവ്സ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ ബി പ്ലസ് മെറ്റൽ എ. അതായത് സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ എ പ്ലസ് മെറ്റൽ ബി ഗിവ്സ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ ബി പ്ലസ് മെറ്റൽ എ. ഓക്കെ ആണല്ലോ. സംഭവം എന്താണെന്ന് അറിയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു സോൾട്ട് ഒരു മെറ്റൽ എടുത്തിരിക്കുകയാണ്, സിങ്ക്, പ്ലസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സോൾട്ട് സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്, ഗീവ്സ്. എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അക്ഷിതയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇവിടെ അടുത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്തോ, തിരുവല്ലയിലെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവല്ല സ്കൂളിൽ പഠിച്ചിട്ട് തിരിച്ച് കോഴഞ്ചേരിയിലാണ് വീടെന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലോട്ട് വരുവാണ്. അപ്പം വരുന്ന വഴിക്ക് നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടില്ല, പോട്ടെ, പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അക്ഷിതയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പൻ കയറി. അപ്പം സീറ്റില്ല, അക്ഷിത ഇരിക്കുകയാണ്, ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ കുറേ പേര് ഇരിക്കുകയൊക്കെയാണ്. അപ്പം സീറ്റില്ല. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ പെട്ടെന്ന് എന്താണ് അക്ഷിതയ്ക്ക് മനസ്സിലായി, എന്താ അപ്പൂപ്പൻ ഇങ്ങനെ സീറ്റ് നോക്കി നടക്കുകയാണ്. അപ്പം എന്തായാലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അക്ഷിത എന്ത് ചെയ്യും? അക്ഷിത എണീറ്റ് കൊടുക്കും, അല്ലേ? എന്നിട്ട് അപ്പൂപ്പൻ അവിടെ വന്നിരിക്കും, അക്ഷിത എണീറ്റ് നിൽക്കും. ഓക്കെ. രണ്ടാമത്തെ കേസ്, അതായത് സെയിം എന്താണ് അക്ഷിത തിരുവല്ല സ്കൂളിൽ പഠിക്കുന്നു, എന്താണ് കോഴഞ്ചേരിയിലാണ് വീട്. പുല്ലാട് വന്നപ്പോഴത്തേക്കും അക്ഷിതയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അക്ഷിതയെക്കാട്ടിലും കുഞ്ഞതായിട്ടുള്ള ഒരു കുട്ടി കയറി. അപ്പം സെയിം കണ്ടീഷൻ തന്നെയാണ്, നല്ല തിരക്കാണ്. അക്ഷിത ഇവിടെ എണീറ്റ് കൊടുക്കുമോ അക്ഷിത? കിട്ടുന്നില്ലായിരുന്നു. അതായത് നമ്മള് ഇപ്പൊ അക്ഷിത തിരുവല്ല സ്കൂളിൽ പഠിക്കുകയാണ്. തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലാണ് അക്ഷിതയുടെ വീട്. പുല്ലാട് എത്തിയ സമയത്ത് അക്ഷിതയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പൂപ്പൻ കയറി. ഭയങ്കര തിരക്കാണ് വണ്ടിയിൽ. അപ്പം അക്ഷിത സാധാരണ ഗതിയിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അക്ഷിത എന്താ ചെയ്യുന്നത്? അപ്പൂപ്പനാ വന്നത്, എണീറ്റ് കൊടുക്കും. അപ്പം അപ്പൂപ്പൻ അവിടെ ഇരുന്നു, അക്ഷിത എണീറ്റ് നിന്നു. ഈ കേസ് തന്നെ രണ്ടാമതൊരു കേസ്, തിരുവല്ല സ്കൂളിൽ പഠിക്കുന്നു, കോഴഞ്ചേരിയിൽ വീട്, വീടിന്റെ തൊട്ടടുത്തുള്ള അക്ഷിതയെക്കാട്ടിലും ഇളയ കുട്ടി പുല്ലാടൊന്ന് കയറി. അക്ഷിത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എണീറ്റ് കൊടുക്കുമോ? അക്ഷിതയെക്കാട്ടിലും ഒരു വയസ്സ് ഇളയതാ എന്ന് വിചാരിച്ചു, എണീറ്റ് കൊടുക്കുമോ? ഇല്ല. കാരണം നമ്മള് പ്രായം എന്നുള്ളൊരു ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രായമുള്ളവരെ എപ്പോഴും ബഹുമാനിക്കും, പ്രായം കുറഞ്ഞവരെ ബഹുമാനിക്കത്തില്ലെന്നല്ല, പ്രായമുള്ളവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടേത്. ഇവിടെ അതേപോലെ തന്നെയാണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എഴുതിയപ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്, ഇങ്ങനെ എഴുതിയത്. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും പ്രായം കുറഞ്ഞു വരുമെന്ന് ആലോചിക്കുക. പ്രായം കൂടിയ ആൾക്ക് പ്രായം കുറഞ്ഞ ആളിനെ അവിടെ നിന്ന് അതിന്റെ സോൾട്ട് സൊല്യൂഷൻ എണീറ്റ് മാറ്റാൻ പറ്റും. എന്നാൽ പ്രായം കുറഞ്ഞ ആളിന് കൂടിയ ആളിനെ പറ്റത്തില്ല. അതായത് സിങ്കും കോപ്പർ നോക്കുവാണെങ്കിൽ സിങ്ക് മുകളിലും കോപ്പർ താഴെയുമാണ്. അപ്പൊ സിങ്ക് പ്രായമുള്ള ആളും കോപ്പർ പ്രായം കുറഞ്ഞ ആളും. ഇപ്പൊ ഇത് അക്ഷിതയാണ്, ഇത് കസേരയാണ്, അല്ലെങ്കിൽ ആ ബസ്സിന്റെ സീറ്റാണ്. ഇത് അക്ഷിതയാണ്. അപ്പൊ പ്രായമുള്ള ആൾ വന്നപ്പോൾ അക്ഷിത എന്ത് ചെയ്തു? ഇവിടെ നിന്ന് മാറി പ്രായമുള്ള ആൾ അവിടെ വരികയും അക്ഷിത എണീറ്റ് നിൽക്കുകയും ചെയ്തു. ആണോ അക്ഷിത? മനസ്സിലായോ കാര്യം? അപ്പം ഇവിടെ ZnSO4 പ്ലസ് എന്തെന്ന് വരും? CO എന്ന് വരും. അതായത് അപ്പൂപ്പൻ ഇരുന്നു, അക്ഷിത എണീറ്റ് ഇരുന്നു. അതല്ലേ സംഭവിച്ചേ? ആണോ അക്ഷിത? കേൾക്കാമോ? ഓക്കെ. ആണോ? ശ്രേയ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആണോ? ഇങ്ങനെയാണോ വരിക? ഓക്കെ.
രണ്ടാമത്തെ ഒരു റിയാക്ഷൻ ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. അടുത്ത എക്സാമ്പിൾ CuSO4 പ്ലസ് Ag. എന്തായിരിക്കും സംഭവിക്കുന്നത്? ശ്രേയ എന്ന് പറഞ്ഞേ. നോ റിയാക്ഷൻ. അതിന്റെ കാരണം എന്താ? Ag Cu കാട്ടി ലെസ് റിയാക്റ്റീവ് ആണ്. അതായത് Cu ആണ് ഇവിടെ മൂത്തത്, Ag ഇളയതാ. അപ്പൊ ഇളയാളിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ എഴുതേണ്ടത് നോ റിയാക്ഷൻ. എന്തുകൊണ്ടാ? സിൽവർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ കോപ്പർ. അതേപോലെ തന്നെ അടുത്തത് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ CuSO4 പ്ലസ് Fe. എന്തായിരിക്കും സംഭവിക്കുന്നത്? അൽക്ക എന്ന് പറഞ്ഞ അൽക്ക. ഇവിടെ Cu ആണോ Fe ആണോ? FeSO4 പ്ലസ് Cu. കാരണം എന്താ? Cu-നേക്കാളും മൂത്ത ആളാണ് Fe. അപ്പം എന്തായാലും Fe എന്ത് ചെയ്യും? Cu-നെ അവിടുന്ന് മാറ്റും. ഓക്കെ, ഇനി ഇതിന്റെ കളറും കൂടെ ഒന്ന് റെപ്രസെന്റ്. ഇത് ബ്ലൂ കളറാണ്. ഇത് ബ്ലൂ കളർ. ഈ അയണ് ഇത് എഴുതണ്ട, ഇവിടെ എഴുതണ്ട. ഇവിടെ ഫെറസ് സൾഫേറ്റ് വരുന്ന സമയത്ത് അത് ഗ്രീനിഷ് കളർ ആവുന്ന എഴുതിയാൽ മതി. ഗ്രീനിഷ്. ഇത് മാത്രം എഴുതിയാൽ മതി. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അത് എഴുതാനുള്ള അയച്ചു തന്നായിരുന്നു. ഓക്കെ, ആ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നോട്ട് ഞാൻ അയച്ചായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ഇവിടെ ഗ്രീൻ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അത് എഴുതണ്ട കേട്ടോ, അത് എഴുതണ്ട. അത് ഇങ്ങനെ ആക്കിയാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി എഴുതണം. ഇവിടെ ഈ മുകളിലും കൂടെ ഇത് ബ്ലൂ ആണ്, കോപ്പർ സൾഫേറ്റ്. ഇത് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ കളർലെസ് ആണ്. അതും കൂടെ എഴുതണേ, കളർലെസ്. അതും കൂടെ ഒന്ന് എഴുതി. അതേപോലെ തന്നെ എക്സാമ്പിൾ എന്താണ്? AgNO3 പ്ലസ് Cu gives CuNO3 ട്വൈസ് പ്ലസ് എന്താ? Ag എന്നാണ്. കാരണം എന്താ? ഇവിടെ Ag എന്ന് പറയുന്ന Cu എന്ന് പറയുന്ന ആള് Ag-നേക്കാൾ മൂത്ത. അപ്പൊ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? അപ്പം Cu അവിടെ പോയിരുന്നിട്ട് Ag തിരിച്ചു പറ്റത്തില്ല. ഏതാ? അതായത് Cu ഇപ്പുറത്തും Ag ഇപ്പുറത്തും വന്നായിരുന്നെങ്കിൽ പറ്റൂല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ Cu എന്ന് പറയുന്ന ആള് മൂത്തതും Ag എന്ന് പറയുന്ന ആള്. അപ്പം Cu എന്ത് ചെയ്യും? Cu ഇവിടെ നിൽക്കുക, Ag ഇവിടെ ഇരിക്കുക. അപ്പൊ Ag ഇളയാളാ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇത് പോയിട്ട് ഇങ്ങനെ തിരിച്ചു കിടക്കത്തില്ല. ഏതാ? തിരിച്ചാണ് CuSO4 പ്ലസ് Ag എന്നപ്പോ കണ്ടോ? Cu എന്തില്ല, അവിടെ മാറിയില്ല. കാരണം Cu അവിടെ ഇരിക്കുവാണ്, Ag അവിടെ നിൽക്കുവാണ്. Ag ഇളയാളാ. അപ്പം Ag ഇളയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായോ? ഇതും ഇതിന്റെ കളർ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. കളർലെസ്. ഇവിടെ വരുമ്പോഴത്തേക്കും കോപ്പറിന്റെ സോൾട്ടുകളെല്ലാം ബ്ലൂ കളറാണ്. മോസ്റ്റ്ലി ബ്ലൂ കളർ. അപ്പൊ നമ്മൾ സോൾട്ട് സൊല്യൂഷനുമായിട്ട് ഒരു മെറ്റൽ റിയാക്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു. നാലാമത്തെ റിയാക്ഷൻ ആയിരുന്നത്. അടുത്ത അഞ്ചാമത്തേത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് റിയാക്ഷൻ ഓഫ് മെറ്റൽ. സ്ക്രീൻ ഒന്ന് മണ്ടയ്ക്കോട്ടാക്കാവോ? അപ്പൊ ഇനി അടുത്തത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ക്ലോറിൻ ആണ്. എന്നിട്ട് എഴുതേണ്ടത് മെറ്റൽ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം അയോണിക് ക്ലോറൈഡ്. ഒന്നുമില്ല, സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ഒന്നാമത്തെ നമുക്ക് ഇപ്പൊ സോഡിയം ക്ലോറിനുമായിട്ട്, സോഡിയം എണ്ണയാണ് അതിന്റെ എലമെന്റൽ ഫോം, ക്ലോറിൻ Cl2 ആണ് അതിന്റെ മോളിക്കുലാർ ഫോം. ഇല്ല, അതിന്റെ എണ്ണയുടെ മോളിക്കുലാർ ഫോമും എലമെന്റൽ ഫോമും എണ്ണ തന്നെയാണ്. ക്ലോറിന്റെ എലമെന്റൽ ഫോം Cl ആണ്, മോളിക്കുലാർ ഫോം Cl2 ആണ്. മനസ്സിലായോ? അപ്പം Na+Cl2 ഗീവ്സ് എന്താ? നമുക്കറിയാം രണ്ടിന്റെ ഏതൊക്കെയാ? എണ്ണയുടെ Na+ ആണ് ചേരുന്നത്, Cl-ന്റെ Cl1- ആണ് ചേരുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ NaCl വരും. കേട്ടോ, ഇതാണ് അയോണിക് ക്ലോറൈഡ്. ഇത് അയോണിക് ക്ലോറൈഡാ, അയോൺ ആണത്.
അയോണിക് ക്ലോറൈഡ് Na പ്ലസും Cl മൈനസും കൂടെ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്തത് ഏതെടുത്താലും മഗ്നീഷ്യം പ്ലസ് ക്ലോറിൻ എടുക്കുകയാണ് Cl2. അവിടെ Mg2 പ്ലസും Cl1 മൈനസും ആണ്. ക്രോസ് ചെയ്യുമ്പോൾ എന്താ MgCl2. അടുത്തത് Zn പ്ലസ് Cl2. അവിടെ എന്താ ZnCl2 ആണ്. കാരണം Zn2 പ്ലസും Cl1 മൈനസും കൂടെ. അല്ലാതെ ഈ Zനും ഈ Cl2 കൂടെ ചേർന്നിട്ടാണ് ZnCl2 വന്നതെന്ന് വിചാരിക്കരുത്. അതിന്റെ അയോൺസ് തമ്മിലാണ് എപ്പോഴും ക്രോസ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചാണ്. ആൾക്കൊക്കെ ആദ്യത്തെ ചാപ്റ്ററുകൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആലോചിക്കണം, അയോൺസ് തമ്മിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ആ എലമെന്റൽ ഫോമുകൾ അല്ല മോളിക്കുലർ ഫോം അതേപോലെ അല്ല റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് സോഡിയം ക്ലോറൈഡ് ആണെന്ന് എഴുതിക്കോണം. സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡ്. ഇത് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ക്ലോറൈഡ്. ഇത് സിങ്ക് ക്ലോറൈഡ് സിങ്ക് ക്ലോറൈഡ് സിങ്ക് ക്ലോറൈഡ്. ഇനി അതേപോലെ തന്നെ Fe പ്ലസ് Cl2 gives FeCl3. അത് കണ്ട് ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. അയൺ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയണിന് രണ്ട് വാലൻസി ഉണ്ട്. Fe2 പ്ലസും ഉണ്ട് Fe3 പ്ലസും ഉണ്ട്. Fe2 പ്ലസ് Cl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ FeCl2 ആണ് വരുന്നത്. ഇത് Fe3 പ്ലസ് ആണെങ്കിൽ FeCl3 ആയിരുന്നത്. അപ്പം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയണിന്റെ 3 പ്ലസ് വാലൻസിയാണ് എന്താണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ആലോചിച്ചോണം കേട്ടോ. ഫെറസ് ക്ലോറൈഡ് അല്ല, അയണിന് ഫെറിക് ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത് ക്ലോറിനുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത്. ഫെറിക് ക്ലോറൈഡ്. അടുത്തത് അലൂമിനിയം പ്ലസ് ക്ലോറിൻ Cl2 യൂസ് എന്താ AlCl3 ആണ്. അത് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Al3 പ്ലസും Cl1 മൈനസും കൂടെ ചേരുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ AlCl3 വരും. അത് വേണമെങ്കിൽ ഈ റിയാക്ഷന്റെ സൈഡിൽ എഴുതി വെച്ചേക്കണം. അതായത് Fe റിയാക്ട്സ് വിത്ത് Cl2 to FeCl3 to form FeCl3 under normal condition. നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. അണ്ടർ നോർമൽ കണ്ടീഷൻ. അടുത്തത് നമ്മൾ ആറാമത്തെ റിയാക്ഷനാണ് എഴുതാൻ പോകുന്നത്. ആറാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഹൈഡ്രജൻ ആണ്. ആറാമത്തെ റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഹൈഡ്രജൻ. റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഹൈഡ്രജൻ. അപ്പൊ നോക്കിയോ, മെറ്റൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാലൻസി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ആളും നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആളുമായിട്ടായിരിക്കും എപ്പോഴും ചേരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയോ,
ഇവിടെ അതിനൊരു എക്സെപ്ഷനാണ്. കാരണം എന്താ അറിയോ, ഇവിടെ സോഡിയം ഹൈഡ്രജനോട് റിയാക്ട് ചെയ്താൽ ഏതൊക്കെ വാലൻസീസ് അക്രോസ് ചെയ്യുന്നത് അറിയോ? Na1+ H 1+ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് NaH ആണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഡിയം ഹൈഡ്രൈഡ്, ഇത് സോഡിയം ഹൈഡ്രൈഡ് എന്നാണ് ഇനി പറയുന്നത്. അപ്പം ഇവിടെ നെഗറ്റീവ് അയോൺസ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. സോഡിയം ഹൈഡ്രൈഡ്. അതേപോലെ ഇതിന്റെ സ്റ്റേറ്റ് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്, ഇത് സോളിഡ് ആണ്. സെയിം കാൽസ്യം സോളിഡ് സ്റ്റേറ്റിൽ പ്ലസ് ഹൈഡ്രജനുമായിട്ട് ഗേഷ്യസ് സ്റ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? CaH2 ഉണ്ടാവും, അതും സോളിഡ് സ്റ്റേറ്റ് ആണ്, കാൽസ്യം ഹൈഡ്രൈഡ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് സംതിങ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു? മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു? മെറ്റൽ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു? മെറ്റൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു? മെറ്റൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു? മെറ്റൽ വേറൊരു സോൾട്ട് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ത് സംഭവിക്കുന്നു? മെറ്റല് അങ്ങനെ 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 കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ അതേപോലെ മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ. നോൺ മെറ്റൽ ഇന്ന ആളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോൺ മെറ്റൽ ഇന്ന ആളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എഴുതിക്കോളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ. അപ്പം ഒന്നെന്ന് എഴുതിയിട്ട് നോൺ മെറ്റൽ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ to form acidic oxides or neutral oxides. അതായത് നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അസിഡിക് ഓക്സൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂട്രൽ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അസിഡിക്, നമുക്കറിയാലോ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാലിക് ഓക്സൈഡ് ഉണ്ടാകുന്നത്, അത് ബേസിക് ആണ്. എന്നാൽ നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അസിഡിക് ഓക്സൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂട്രൽ ഓക്സൈഡ്. അതായത് അസിഡിക്കും ബേസിക്കും സ്വഭാവം കാണിക്കാത്ത ആൾക്കാരെയാണ് ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 1 എന്ന് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എ എന്ന് എഴുതിയാലും മതി. എക്സാമ്പിൾ എ എന്ന് എഴുതിയിട്ട് കാർബൺ is a non-metal. Carbon is a non-metal. When carbon burns in air, it reacts with oxygen of air to form acidic oxide called carbon dioxide. Carbon dioxide ശരിക്കും പറഞ്ഞാൽ ഒരു അസിഡിക് ഓക്സൈഡ് ആണ്. നോൺ മെറ്റലും ഓക്സിജനുമായിട്ട് ചേരുന്നതായതുകൊണ്ട് അസിഡിക് ആണ്. അത് ന്യൂട്രലും ഉണ്ടാവാം, പക്ഷേ കാർബൺ ഡയോക്സൈഡ് അസിഡിക് ആണ്. എഴുതേണ്ടത് സി
gaseous state, sorry, C solid state ആണ്. C solid state plus O2 gaseous state gives CO2 gaseous state. ഇത് acidic ആണ്, acidic oxide. അടുത്തത് when carbon dioxide dissolves in water to form an acidic to form an acid called carbonic acid. നമ്മൾ ആസിഡ് ബേസ് സോൾട്ട് പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് കാർബോണിക് ആസിഡിന്റെ പ്രത്യേകതകൾ പറഞ്ഞായിരുന്നു. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനറൽ ആസിഡ് ആണ്, പക്ഷെ മിനറൽ ആസിഡിലെ വീക്ക് ആസിഡ് ആണ്. മിനറൽ ആസിഡ് അങ്ങനെ വീക്ക് ആവാറില്ല, പക്ഷെ മിനറൽ ആസിഡിലെ വീക്ക് ആസിഡ് ആണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് CO2 എങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള CO2 ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അക്വ സ്റ്റേറ്റിലുള്ള H2CO3 ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ ഈ കാർബണിന്റെ എഴുതിയത്. ബി എന്ന് എഴുതിയിട്ട് നമുക്ക് സൾഫറിന്റെ എഴുതാം. S+O2 സൾഫർ സോളിഡ് സ്റ്റേറ്റ് ആണ്, ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഗീവ്സ് എന്താ SO2 ആണ്, അതും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇതൊരു അസിഡിക് ഓക്സൈഡ് ആണ്, ഇതും അസിഡിക് ഓക്സൈഡ് ആണ്. when sulfur dioxide dissolve in water to form dissolve in water to form an acid called sulfurous acid. അത് ഇങ്ങനെ എഴുതാം, SO2 പ്ലസ് എന്താ H2O. SO2 ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, H2O ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അക്വസ് സ്റ്റേറ്റിലുള്ള H2SO3, H2SO4 അല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്, സൾഫ്യൂറസ് ആസിഡ്. അക്വസ് സ്റ്റേറ്റിൽ ഉള്ള സൾഫ്യൂറസ് ആസിഡ്. ഓക്കെ, ഇതിനകത്ത് നോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ എഴുതിക്കോ. നോട്ട് എന്ന് എഴുതിയിട്ട് ഒരു കാര്യം എഴുതിക്കോ. നോൺ മെറ്റൽ ഓക്സൈഡ്സ് like CO2 and SO2 turns blue litmus solution to red. നമുക്കറിയാലോ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ കാരണം അസിഡിക് ചൊവ്വയുള്ളതുകൊണ്ടാണ്. ഇതൊരു അസിഡിക് ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. showing that they are acidic in nature. Acidic in nature. അപ്പോൾ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോൺ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല. അപ്പം 2 എന്ന് എഴുതിയിട്ട് റോമൻ ലെറ്ററിൽ എഴുതാം. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ വിത്ത് വാട്ടർ. അത് C+H2O gives എന്താ no reaction.
അടുത്തത് മൂന്നാമത്തേത് റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ വിത്ത് dilute acid non-metal do not react with dilute acid. നാലാമത്തേത് reaction of non-metal with salt solution. Reaction of non-metal with salt solution. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് a more reactive non-metal will displace less reactive non-metal from its salt solution. അതായത് ഒത്തിരി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റൽ എന്ത് ചെയ്യുന്നറിയോ, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്ത ആളെ ഇളയ ആളിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം അതിന്. NaBr പ്ലസ് Cl2. NaBr അക്വസ് ആണ്, Cl2 എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് ആണ്. ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ക്ലോറിൻ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ബ്രോമിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ അയാൾ വന്നിരിക്കും NaCl പ്ലസ് ഗ്രാം Br. ഇത് അക്വസ് ആണ്, അതേപോലെ ഇത് അക്വസ് ആണ്. അടുത്തത് അഞ്ചാമത്തേതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ വിത്ത് ക്ലോറിൻ. മെറ്റൽ വിത്ത് ക്ലോറിൻ നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് നോൺ മെറ്റൽ. അഞ്ചാമത്തേത് റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ വിത്ത് ക്ലോറിൻ. നോൺ മെറ്റൽ reacts with chlorine to form covalent chloride which are non electrolyte. അതായത് do not conduct electricity. നോൺ മെറ്റൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ കോവാലന്റ് ക്ലോറൈഡ്സ് ഉണ്ടാകുന്നത്. അതായത് കോവാലന്റ് ബോണ്ട് ഉള്ള ക്ലോറൈഡ്, അത് നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും, അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല.
ഓക്കെ, ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ എഴുതാം. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. H2 ഒരു നോൺ മെറ്റൽ ആണ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് Cl2, അതും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. എന്നുണ്ടാവും? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള HCl ഉണ്ടാവും, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഉണ്ടാവും. ഇത് ശരിക്കും കോവാലന്റ് ക്ലോറൈഡാണ്. ഇത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. ഇതൊരു കോവാലന്റ് ക്ലോറൈഡാണ്. കോവാലന്റ് ക്ലോറൈഡ്. അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാൻ പറഞ്ഞാൽ P4, അത് സോളിഡ് സ്റ്റേറ്റിൽ പ്ലസ് എന്താ Cl2, അത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഗീവ്സ് എന്താ PCl3 ഉണ്ടാവും. അതായത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആണ് ഇതിന്റെ പേര്. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്. അത് കോവാലന്റ് ക്ലോറൈഡ് ആണ്. കോവാലന്റ് ക്ലോറൈഡ്. ഇത് ബാലൻസ് ചെയ്യണം കേട്ടോ. ഇത് 6 വരും, ഇവിടെ 4 അല്ലേ, ഇവിടെ 4 വരും. ഇതും കോവാലന്റ് ക്ലോറൈഡ് ആണ്. അതേപോലെ തന്നെ നോട്ട് എന്ന് പറഞ്ഞ് താഴോട്ട് എഴുതുക. ഒരു കാര്യം, നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക, നോൺ മെറ്റൽ ഫോം കോവാലന്റ് ക്ലോറൈഡ് because they cannot give electrons to chlorine atom to form chlorine ion. അതായത് സാധാരണഗതിയിൽ ക്ലോറിനുമായിട്ട് ചേരുന്ന ആളെ ഇപ്പൊ നോക്കി, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എച്ചും Cl-ഉം കൂടെ ചേരുവാണ്. എച്ചിന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ശരിയല്ലേ? ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ ഹാപ്പിയാണ്, 8 ഇലക്ട്രോൺ വരും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. പക്ഷെ ഹൈഡ്രജന്റെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ ഹൈഡ്രജന്? പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ കംപ്ലീറ്റ്ലി വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യും? ഞാൻ അവിടെ തന്നെ അതിന് വേണ്ട ഷെയർ ചെയ്ത് തരാന്ന് പറയാം. അപ്പൊ കണ്ടോ, അപ്പൊ 8 ഹൈഡ്രജൻ മാപ്പി കണ്ടോ 2. അപ്പൊ അങ്ങനെ അതാണ് അവിടെ പറയുന്നത് നോൺ മെറ്റൽ ഫോം കോവാലന്റ് ക്ലോറൈഡ് ബിക്കോസ് ദേ കാനോട്ട് ഗീവ് ഇലക്ട്രോൺസ് ടു ക്ലോറിൻ. കൊടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് സോഡിയം ആണെങ്കിൽ ഇപ്പൊ എന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, ക്ലോറിൻ എന്താ 1 2 3 4 5 6 7. ഇവൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുക, എന്നിട്ട് ഇവൻ Na പ്ലസ് ആവുക, ഇവൻ Cl മൈനസ് ആവുക, അയോൺസ് ആവുക. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അത് ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പിന്നെ ഒന്നും ഇല്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കത്തില്ല. കൊടുക്കാതെ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും, അതായത് ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കും. അതാണ് അവിടുത്തെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നോൺ മെറ്റലിലെ ലാസ്റ്റ് റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഓഫ്, അത് എത്രാമത്തെ ആയിരുന്നു? 6ാമത്തെ. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റൽ വിത്ത് ഹൈഡ്രജൻ. നോൺ മെറ്റൽ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ to form covalent ഹൈഡ്രൈഡ്. നേരത്തെ നമ്മൾ മെറ്റൽ ഹൈഡ്രജനോട് മെറ്റാലിക് ഹൈഡ്രൈഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അല്ലേ? നമുക്കൊരു H2 എടുക്കാം, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, പ്ലസ് സൾഫർ സോളിഡ് സ്റ്റേറ്റ് ആണ്, ഗീവ്സ് H2S ആയിരിക്കും. ഹൈഡ്രജൻ സൾഫൈഡ് ഗേഷ്യസ് സ്റ്റേറ്റ്, ഹൈഡ്രജൻ സൾഫൈഡ്. അതേപോലെ തന്നെ നൈട്രജൻ എടുക്കാം. നൈട്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ചേരുവാണ്. ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇത് ഒരു അയൺ കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമോണിയ ഉണ്ടാവും, NH3. ഇത് കോവാലന്റ് ഹൈഡ്രൈഡാണ്. ഇതും കോവാലന്റ് ഹൈഡ്രൈഡ് ആണ് കേട്ടോ. ഇത് അമോണിയ.
അടുത്ത ക്വസ്റ്റ്യൻ എഴുതി അല്ല അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. യൂസസ് ഓഫ് നോൺ മെറ്റൽ. യൂസസ് ഓഫ് മെറ്റൽ എഴുതിക്കുക ആദ്യം. യൂസസ് ഓഫ് മെറ്റൽ. Cu and Al are used to make wires to carry electric current. അതേപോലെ തന്നെ അയൺ Fe, Cu and Al metals are used for making household utensils and factory equipments. അതേപോലെ തന്നെ iron is used as a catalyst in the preparation of ammonia by Haber process. ആ മോളിൽ തന്നിരിക്കുന്നത് ഹേബർ പ്രോസസ് ആയിരുന്നു. മറ്റേ നമ്മൾ നേരത്തെ എഴുതിയില്ലേ N2 + 3H2 gives 2NH3. അത് ബാലൻസ് ചെയ്തായിരുന്നു നമ്മൾ. N2 + ഇത് ബാലൻസ് ചെയ്യണം. N2 + 3H2 gives 2NH3. കേട്ടോ, അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണം. ഇത് ഹേബർ പ്രോസസ് എന്നാണ് പറയാം. ഈ അമോണിയയുടെ മാനുഫാക്ചറിന്റെ കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ് പ്രോസസ് ആണ് ഹേബർ പ്രോസസ്. അതിന് അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അടുത്തത് the liquid metal mercury is used in making thermometers. അടുത്തത് zinc is used for galvanizing iron to protect it from rusting. അതായത് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് പകരം സിങ്ക് കോട്ട് ചെയ്യും അയണിന്റെ മണ്ടയ്ക്ക്. ഇപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പുറകിലൊക്കെ കാണാൻ പറ്റുന്ന ഈ എന്താണ് ഇത് കണ്ടില്ലേ, നമ്മുടെ ചാനൽസ് എന്നാണ് പറയാ. സിൽവർ കളറിലിരിക്കുന്ന ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അതെല്ലാം ഈ അയണാണ്, പക്ഷെ അയണിൽ സിങ്ക് കോട്ട് ചെയ്തിരിക്കുന്നതാണ് സിൽവർ കളറിൽ കാണാൻ പറ്റുന്നത്. തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സിങ്ക് കോട്ട് ചെയ്യുന്നതിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് lead metal is used in making car batteries. അപ്പം അടുത്ത എഴുതിക്കുക യൂസസ് ഓഫ് നോൺ മെറ്റലും കൂടെ എഴുതാമേ, എന്നിട്ട് നോക്കാം. യൂസസ് ഓഫ് നോൺ മെറ്റൽ. നമുക്ക് ഒരു 2 ക്ലാസ് കൂടെ വേണ്ടി വരും. കാരണം അടുത്ത ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്ക് വളരെ പാടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, അത് ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അത് ഇച്ചിരി പാടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് തീർക്കാമായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട്
2 ക്ലാസ് ആയിട്ട് പഠിപ്പിച്ച് തീർക്കാം. അപ്പോൾ ഇതും കൂടെ എഴുതിക്കും, യൂസ് ഓഫ് നോൺ മെറ്റലും കൂടെ എഴുതിക്കും. Liquid hydrogen is used as a rocket fuel. അടുത്തത് hydrogen is used in the manufacture of ammonia. അതേപോലെ തന്നെ carbon is used for making electrodes. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് ഒക്കെ എന്ന് പറഞ്ഞ ഇലക്ട്രോഡ്സ് ഓഫ് ഇലക്ട്രോലിറ്റിക് സെൽസ് ആൻഡ് ഡ്രൈ സെൽ. അതേപോലെ തന്നെ നൈട്രജൻ ഈസ് യൂസ്ഡ് ടു preserve ഫുഡ് മെറ്റീരിയൽ. അടുത്തത് സൾഫർ ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് സൾഫ്യൂരിക് ആസിഡ്. ലിക്വിഡ് ഹൈഡ്രജൻ റോക്കറ്റ് ഫില്ലായിട്ട് യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ അമോണിയയുടെ മാനുഫാക്ചർ യൂസ് ചെയ്യുന്നു. കാർബൺ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നൈട്രജൻ നമുക്കറിയാം, ഈ ലേസിനകത്തൊക്കെ ഉണ്ടല്ലോ, ലേസിന്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നതിന് കാരണം അതിനകത്ത് നൈട്രജൻ ഫ്ലഷ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഫുഡ് മെറ്റീരിയലിനെ പ്രിസർവ് ചെയ്യാൻ, ഓക്സിഡേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി നൈട്രജൻ ആഡ് ചെയ്യുന്നത്, നൈട്രജൻ വെച്ചിട്ട് ഫ്ലഷ് ചെയ്യാന്ന് പറയും അതിനെ. അതുകൊണ്ടാണ് അതിങ്ങനെ വീർത്തിരിക്കുന്നത്. നമ്മൾ പറയും കാറ്റ് നിറച്ചിട്ടാണ്, കാറ്റല്ല ശരിക്കും അത് നൈട്രജൻ നിറയ്ക്കുന്നത്. പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചർ, ഇതെല്ലാം നോൺ മെറ്റൽസിന്റെ യൂസ് ആണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയുമേ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഇനി പഠിക്കാനുള്ളത് അയോൺസ്, അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, അതിന്റെ വരയ്ക്കാൻ. പിന്നെ അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അയണിക് ആൻഡ് കോവാലന്റ് ബോണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് തീർന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണത് ഒക്കറൻസ് ഓഫ് മെറ്റലും അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി പാടാണ്. നമുക്ക് ഒരൊറ്റ നോക്കാം, നമുക്ക് മാക്സിമം നാളെ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നാളെ ഞാൻ എന്നാൽ ഇത് തന്നെ അങ്ങ് എടുക്കാമേ. നാളെ മാത്സ് ആണോ പറഞ്ഞ് നോക്കട്ടെ ഒരു സെക്കൻഡ്. ശ്രേയക്ക് ഇത് എക്സാമിനുണ്ടോ ഈ ചാപ്റ്റർ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെയും മറ്റന്നാളെയും ഇത് തന്നെ അങ്ങ് എടുക്കാം. നാളെ ഇതെടുത്ത് തീർക്കാൻ നോക്കാം. നാളെ മാത്സ് അല്ലേ പറഞ്ഞത്, മറ്റന്നാളെയാണോ എക്സാം? ഓക്കെ, അപ്പൊ ഞാൻ നോക്കട്ടെ, നാളെ തന്നെ തീർത്ത് തരാൻ നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നിങ്ങനെ നിൽക്കട്ടെ.